അപ്പോൾ ഞാൻ ഈഫൽ ടവറിലേക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല ഇങ്ങോട്ടാണെന്ന്. എന്തായാലും ആ ഭാഗത്തേക്ക് കണക്കാക്കി നടക്കുകയാണ്. കുറച്ചിങ്ങനെ നടക്കാം. ഒരു മാപ്പിൽ പറയുന്നത് നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ റോഡ് വഴി പോയാൽ 14 മിനിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അകത്തുള്ള വേറെ റോഡ് വഴി പോവാം കേട്ടോ. ഈ കുഴപ്പമില്ല, കുറച്ചിങ്ങനെ നടന്നു പോവാം. നമുക്ക് ഏരിയയും കാണാമല്ലോ, അല്ലാതെ വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. പാരീസിൽ വന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ്. സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുക കേട്ടോ. നമ്മൾ ക്യാമറയും സ്റ്റുഡിയോ ഒന്നും തിരക്കി പോകണ്ട. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫേഷ്യൽ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. ഏത് ഡോക്യുമെൻ്റ് വേണമെങ്കിൽ ഡോക്യുമെൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്തായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് അകത്തേക്ക് പോകാട്ടോ. അകത്തേക്ക് വന്നു. അകത്ത് ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ. ഇരിക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ടച്ച് സ്ക്രീൻ ഉണ്ട്. ലാംഗ്വേജ് ചൂസ് ചെയ്യുക ആദ്യം. ഞാൻ ഇംഗ്ലീഷ് ചൂസ് ചെയ്തു. ടച്ച് സ്ക്രീൻ എന്നൊന്നു സ്ക്രീൻ ടച്ച് ചെയ്തു. നമുക്ക് ഏത് ഫോട്ടോ, പാസ്പോർട്ട് ഫോട്ടോസ്, അതർ ഫോട്ടോസ് ഇങ്ങനെ വേണം എടുക്കാം. അപ്പോൾ ഞാൻ പാസ്പോർട്ട് സെലക്ട് ചെയ്തു. ഇനി പാസ്പോർട്ട് ഫോട്ടോസ്, ID, വിസ, വീണ്ടും അതിനെ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, പേയ്മെൻ്റ് ഒക്കെ അവസാനം കൊടുത്താൽ മതി. ഓ, കണ്ടിന്യൂ. Yeah, continue. Please wait for the camera settings to be adjusted automatically. Please sit up and look straight ahead. Straight ahead. Camera automatic ആയിട്ട് സെലക്ട് ആവുന്നുണ്ട് കേട്ടല്ലോ. Please check that your eyes are positioned within the two horizontal lines. So എൻ്റെ eyes on the left of the screen. Then press OK to take the photo. ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഇപ്പോൾ ടച്ച് സ്ക്രീൻ കൊടുത്താൽ നമുക്ക്. ഇനിയിപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ഫോട്ടോ തെളിഞ്ഞു വരും. ഫോട്ടോ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഫോട്ടോ കാണാം. അത് വേണ്ടെങ്കിൽ വീണ്ടും നമുക്കത് ക്യാൻസൽ ചെയ്യാം കേട്ടോ. This photo may not be compliant with the passport standards. അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. സോറി, നോ. ടേക്ക് അനദർ ഫോട്ടോ. നമുക്ക് അനദർ ഫോട്ടോ പ്രസ് ചെയ്യാം. ഞാൻ ഈ ക്യാമറയിൽ നോക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞു നോക്കി, അത് കാരണം ഫോട്ടോ റെഡി ആയില്ല കേട്ടോ. ഇത് ബുദ്ധിമുട്ടാണ്. അതും ഇതും കൂടെ ഒക്കെ സെലക്ട് ചെയ്യുക. ക്യാമറ സെലക്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഇത് വെക്കട്ടെ. ചില ഫോട്ടോ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം ആ ഫോട്ടോ. ഓക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നോട്ട് മേ ബി കംപ്ലൈന്റ് ആണ്. അത് എന്താ പറയുക, നമ്മൾ ഫോട്ടോ എടുത്തിട്ട് താഴേക്ക് നോക്കി, അത് കാരണം നോ. ടേക്ക് എ ഫോട്ടോ. ഈ ആരോയിൽ ഇത് കണക്ക് ആയിരിക്കണം കേട്ടോ. ആരോയിൽ നിറഞ്ഞു വെക്കണം. ഓക്കെ, ഓൾമോസ്റ്റ് ഇതാണ്. ഇനി നമ്മൾ നോക്കിയാൽ മാത്രം മതി.
Please look straight ahead. Ready? 3, 2, 1. നോക്കാം ഇനിയുള്ള ഫോട്ടോ എങ്ങനെ നോക്കാം, അത് കംപ്ലൈൻറ്റ് വരുമെന്ന് നോക്കാം. Please choose a photo. ആ ഫോട്ടോ ഓക്കെയാണ്, ലാസ്റ്റിലുള്ള ഫോട്ടോ. മറ്റൊക്കെ കണ്ണടച്ച് പോയി കേട്ടോ. ഒരെണ്ണം കണ്ണടച്ച് താഴോട്ട് നോക്കി സംഭവം ഇത് ഓക്കെയാണെന്ന് പറഞ്ഞു. പ്ലീസ് വെയിറ്റ്. Here is your order. You can add a new product. If you would like to proceed to payment, please click OK. 3 ഫോട്ടോസ് വന്നു കേട്ടോ. ഇപ്പോൾ 6 ഫോട്ടോസാണ് ഇതിൽ ഇഷ്യൂ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി 1 ക്യാൻസൽ ചെയ്ത് വീണ്ടും നമുക്ക് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഫോട്ടോ എടുക്കുന്ന സെറ്റപ്പ്. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്ത് കേട്ടോ. ക്യാൻസൽ ഷോപ്പിംഗ്. അപ്പോൾ ഫോട്ടോ വേണ്ട, ജസ്റ്റ് ഒന്ന് അതിന് വേണ്ടി ഒരു ട്രയൽ എടുത്തതാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടി. ചെറിയ നോക്കിയാൽ മെട്രോയിൽ അത്രത്തോളം തിരക്ക് കാണുന്നില്ല. ഇവിടെ 2 ലൈനും ഉണ്ട്, ലോക്കൽ ലൈനും ഉണ്ട്, സബ്വേയും ഉണ്ട്. സബ്വേ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സ്പീഡിന് പോകും സാധനം, നല്ല ആൾക്കാർ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ കൂടുതൽ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ പക്ഷേ ടിക്കറ്റ് കൗണ്ടറൊക്കെ രാവിലെ താമസിച്ച് തുറക്കുള്ളൂ കേട്ടോ. 10 മണിക്ക് ശേഷം കണ്ടാണ് ടിക്കറ്റ് കൗണ്ടർ തുറക്കുക. ഞാൻ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് അല്ലെങ്കിൽ മെഷീനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം, കാർഡ് ഉപയോഗിച്ച്. കാശും ഉപയോഗിച്ചെടുക്കാം. കാശ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബാലൻസ് വരും. അതിലൂടെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. എൻ്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ട്. ഡോറിൻ്റെ സിസ്റ്റം, ഡോറ് തുറന്ന് പുറത്തേക്ക് വരാനുള്ള സിസ്റ്റമാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇവിടെ ട്രോളി ഉണ്ട്, വീൽ ചെയറുമായിട്ട്. ഈ എനിക്ക് പോകാൻ ധൈര്യമായിട്ട് ഇതുവഴി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈഫൽ ടവറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെട്രോ കയറാൻ വേണ്ടിയിട്ട് വന്നിറങ്ങിയതാണ്. ഇത് സ്റ്റേഷനിൽ ഒരൊറ്റ ആൾക്കാരും ഇല്ല. നോക്കിയേ, സ്റ്റേഷൻ ഉറങ്ങി കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. രാവിലെ 9:30 മണിക്ക് ഇവിടെ ഒരു കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മുടെ ദിവസം തുടങ്ങണം. നമ്മുടെ ദിവസം രാവിലെ തുടങ്ങി. എന്ന് പറയാം, എത്ര ഉറങ്ങിയിട്ടും ഉറക്കം വരുന്നില്ല. രാവിലെ 6 മണിയായപ്പോഴത്തേക്കും ഞാൻ ഉണർന്നു. പക്ഷേ എൻ്റെ റൂം പാർട്ട്നേഴ്സ് ഉണരാത്തതുകൊണ്ട് ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നാണ്. പക്ഷേ ഞാൻ കിടക്കുമ്പോഴും മറ്റ് 1-2 ആൾക്കാർ എണീറ്റ്. എൻ്റെ റൂമിലുണ്ടായിരുന്ന ചൈനക്കാരനൊക്കെ എണീറ്റ്. അയാളൊക്കെ എണീറ്റ് ബഹളവും ശബ്ദവും ഒക്കെ തന്നെയാണ്. ഒരു പ്രശ്നമില്ല. നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി ഇതിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തൊക്കെ പോകാൻ വരാമെന്നുള്ളത്. നമ്മൾ ഈ സൗദി അറേബ്യയിൽ താമസിക്കും പോലെ വളരെ ക്വയറ്റായിട്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ താണിക്കുകയും വരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ മെട്രോ വന്നിട്ടുണ്ട്. മെട്രോയിലൊക്കെ ആൾ കുറവായിട്ടോ. രാവിലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങുന്നത് 10 മണിക്ക് ശേഷമായിരിക്കും. അപ്പോഴേ തിരക്കുണ്ടാവുള്ളൂ. നമുക്ക് മെട്രോയിലൊന്നും ആരുമില്ല. നമ്മൾ മെട്രോ എന്തായാലും ഇപ്പോൾ വരും. നമുക്ക് മെട്രോയിൽ കയറാം. ചെറുതായിട്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് സുള്ളി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകേണ്ട മെട്രോ 7-ലാണ്. എൻ്റെ മെട്രോ വന്നു, എത്തി മെട്രോ. നമുക്ക് മെട്രോയിലേക്ക് കയറാം. Okay, let's go. അങ്ങനെ ഈഫൽ ടവർ കാണാൻ പോയി എനിക്കൊരു പണി കിട്ടി കേട്ടോ. ഞാൻ പ്ലാറ്റ്ഫോം മാറി ട്രെയിൻ കയറി അറൗണ്ട് 10-12 സ്റ്റേഷൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പിന്നെ വേറെ ട്രെയിനിൽ കയറി മെട്രോയിൽ കയറി തിരിച്ച് വന്നിരിക്കുകയാണ്. ഈ മെട്രോയുടെ ഉള്ളിലാണ് കാണുന്നത്. മെട്രോയിൽ ഇവിടെ ആൾ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റേഷൻ്റെ ലൈനിൻ്റെ എൻഡാണ്, അതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, എന്നാലും അധികമായിട്ടില്ല. രാവിലെ ആയതുകൊണ്ട് തിരക്കില്ലാത്തതാണ് ഇപ്പോൾ.
ഫൈനലി നമ്മളിത് ഈ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഓപ്ര എന്ന് പറയുന്ന സ്റ്റേഷനിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് ഇത്രയും സ്റ്റേഷൻ ഓടിയിട്ട് ഈ പാലസ് ഡി ഇറ്റലി ആ സ്റ്റേഷനിൽ തിരിച്ചു വന്നു. ഇനി ഇവിടെ നിന്ന് ലൈൻ മാറണം കേട്ടോ. വേറെ ലൈൻ മാറണം. ലൈൻ 6 നമ്മൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യണം. ഇവിടെ ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്യണം കേട്ടോ, അല്ലാതെ ഓട്ടോമാറ്റിക് ഡോർ തുറക്കില്ല. ഓട്ടോമാറ്റിക് ക്ലോസ് ആവേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 6 എങ്ങോട്ടാണ് നോക്കാം. 6ലേക്ക് പോകാം. LSD ഇറ്റാലി. 6 അവിടെ കാണുന്നുണ്ട്. അങ്ങോട്ടാണ് 6, ഗ്രീൻ കളർ. അതിലാണ് നമ്മൾ ട്രെയിൻ കയറേണ്ടത് കേട്ടോ. ഈ കാണുന്ന 6ൽ നമ്മളത് കണക്കാക്കി ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. Etoli Nation. ഇവിടെ മെട്രോയിൽ കയറുമ്പോൾ നമ്മൾ നോക്കി കയറിയില്ലെങ്കിൽ നമുക്ക് പണിയിട്ട് കേട്ടോ. സിക്സിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഗെറ്റ് ഓഫ്. ഇതൊന്ന് ചേഞ്ച് പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിയില്ല. എന്തായാലും 5, 6 ഇങ്ങോട്ടാണ്. ഓക്കെ, 6ലേക്ക് എം. ഇങ്ങോട്ടാണ് 6. അത് ശരി. വലിയ സ്റ്റോലി. ഹക്കീം. നമ്മൾ ഇവിടേക്കാണ് പോകേണ്ടത്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകാം, 6ലേക്ക്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് ബിർ ഹക്കീം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം കേട്ടോ. അവിടെ നിന്നാണ് 5 minutes വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈഫിൽ ടവറിലേക്ക് എത്തും. എനിവേ വി ഗോ ദേർ. ഇവിടെയൊന്നും ആരും ഇല്ല കേട്ടോ, എല്ലാം അണ്ടർഗ്രൗണ്ട് ആണ്. ഇതൊക്കെ മൊത്തം സൈൻ ബോർഡ്സ് ആണ്. സൈൻ ബോർഡ്സ് വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പരസ്യ ബോർഡുകളാണ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത് ഫോർത്ത് സ്റ്റേഷൻ ബർഹക്കി. സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോകണം. ഇവിടെ നിന്ന് വരുന്ന ട്രെയിനിലാണ് ബർഹക്കിമിലേക്ക് നമ്മൾ പോകേണ്ടത്. നമ്മൾ ഇവിടെ നല്ല തിരക്കാണല്ലോ. ഈ ജനങ്ങളെല്ലാം അവിടേക്ക് പോകാൻ വേണ്ടി കാത്തിക്കുക. ഇപ്പോഴാണ് മെട്രോ വേറൊരു സ്റ്റൈലായി. മെട്രോയും നല്ലതാണ്, കുറച്ചെല്ലാം കളർ ഗ്രീൻ ലൈനാണ് കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും ട്രെയിൻ വരട്ടെ. ട്രെയിൻ വരുന്നവരേക്ക് നമുക്ക് ഇവിടെ വയ്ക്കാം.